നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. 10 വർഷത്തിനിടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വൻ കുതിപ്പ് നടത്തിയെന്നാണ് റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രതിശീർഷ വരുമാനവും മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനവും ഇരട്ടിയായെന്നാണ് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ പറയുന്നത്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയിട്ടും LDF സർക്കാരിന് കീഴിൽ കേരളം കൈവരിച്ച നേട്ടം ശരിവയ്ക്കുന്നതാണ് റിപ്പോർട്ട്. പ്രതിശീർഷ വരുമാനം 2016-ൽ 1,66,246 രൂപയായിരുന്നത് 2024-25 കാലഘട്ടത്തിൽ 3,08,338 രൂപയായി വർദ്ധിച്ചു. 2021-ൽ രാജ്യത്ത് 11ാം സ്ഥാനത്തായിരുന്ന കേരളം 2024-ൽ രാജ്യത്തെ 7ാം സ്ഥാനത്തെത്തി. ജനങ്ങളുടെ സാമ്പത്തിക ശേഷിയിലും ജീവിത നിലവാരത്തിലുമുണ്ടായ പുരോഗതിയാണ് ഇത് കാണിക്കുന്നത്. GSDP 2015-16 കാലഘട്ടത്തിൽ 5.61 ലക്ഷം കോടിയിൽ നിന്നും 2024-25 കാലഘട്ടത്തിൽ 12.48 ലക്ഷം കോടി രൂപയായി ഇരട്ടിയിലധികം വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക അടിത്തറ അതിവേഗം വികസിക്കുന്നതിന്റെ തെളിവാണിത്. ചരിത്രത്തിൽ ആദ്യമായി ഉൽപാദന മേഖലയിലെ മൂല്യവർധന ലക്ഷം കോടി രൂപ കടന്നു. 51,619.52 കോടിയിൽ നിന്നും 1,02,241 കോടിയിലേക്കാണ് ഉയർന്നത്. വളർച്ച 100% ഏറെയാണ്. വ്യവസായ ഉൽപാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന്റെ ഫലമാണിത്. വ്യവസായ മേഖലയിലെ മൂല്യവർധന 2015-16 കാലഘട്ടത്തിൽ 1,39,079.46 കോടി രൂപയിൽ നിന്നും 2,67,124.60 കോടിയായും വർദ്ധിച്ചിട്ടുണ്ട്. സാമ്പത്തിക സേവനങ്ങളിലെ മൂല്യവർധനവ് 3 ഇരട്ടിയായി മാറി. 22,335.10 കോടിയിൽ നിന്നും 58,134.50 കോടിയായി വർദ്ധിച്ചു. ജനങ്ങളിലേക്ക് പണം എത്തുന്നതും ജീവിത നിലവാരം ഉയരുന്നതുമെല്ലാമാണ് വർധനവിന് കാരണമായിരിക്കുന്നത്. തനത് നികുതിയിതര വരുമാനം 2015-16-ലെ 8,425 കോടിയിൽ നിന്നും 18,356 കോടിയിലേക്ക് വർദ്ധിച്ചു. തനത് നികുതി വരുമാനം 2015-ലെ 38,995 കോടിയിൽ നിന്നും 117% വർദ്ധിച്ച് 2024-25 കാലഘട്ടത്തിൽ 84,884 കോടിയായി മാറി. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 2015-ലെ 47,420 കോടിയിൽ നിന്നും 118% വർദ്ധിച്ച് 1,03,240 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. മൂലധന ചെലവ് കണക്കാക്കുകയാണെങ്കിൽ 2015-16-ലെ 12,417 കോടിയിൽ നിന്നും 39,350 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. സാമൂഹ്യക്ഷേമത്തിനുള്ള ചെലവ് 33,088 കോടിയിൽ നിന്നും 64,950 കോടിയായും പ്രകൃതി ദുരന്ത സഹായ ചെലവ് 217 കോടിയിൽ നിന്നും 485.31 കോടി രൂപയായും വർദ്ധിച്ചു. വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപം 36.61 ലക്ഷം കോടിയിൽ നിന്നും 89.48 ലക്ഷം കോടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.